നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ 2026 തുടങ്ങി കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഒന്നും തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഷോർട്സ് വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതുതായിട്ട് നമ്മുടെ ചാനലിൽ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലില് എണ്ണത്തിലല്ല, വീഡിയോയുടെ എണ്ണം ചിലപ്പോ താരതമ്യേന വളരെ കുറവായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിട്ട് ചെയ്യാലോ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. പിന്നെ ന്യൂ ഇയർ ആയിട്ട് ആദ്യം ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ വെക്കേഷനൊക്കെ ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജലദോഷമായി, പിന്നെ അത് ചുമ ഒരു 2 ആഴ്ചത്തോളം നീണ്ടു നിന്നു. അപ്പൊ ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു കുത്തി ചുമ വരികയാണ്. അതുകൊണ്ടൊക്കെയായിരുന്നു വീഡിയോ ചെയ്യാത്തത്. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ന്യൂ ഇയറിന്റെ ആദ്യം തുടക്കത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ന്യൂ ഇയർ ആകുമ്പോൾ ഓരോ റെസൊല്യൂഷൻ എടുക്കും അല്ലെ. അപ്പോൾ പലരും എടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷം ട്രോളായിട്ട് പറയണതാണ് ജിമ്മിൽ പോവുക, നമ്മുടെ ശരീരം ഫിറ്റ് ആയിട്ടിരിക്കുക. ഫിറ്റ്നസ് എന്നുള്ളതായിരിക്കും എല്ലാവരും മെയിൻ ആയിട്ട്, ശരീര സൗന്ദര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു മെന്ററും കൂടി ആയതുകൊണ്ട് പറയാം, ആകർഷണ നിയമം അനുസരിച്ച് ഇത് വളരെ വാസ്തവമുള്ളൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ലെവൽ എപ്പോഴും നിലനിർത്തേണ്ടത് ആവശ്യമാണ്. എന്താണെന്നറിയോ, ചെറിയൊരു ജലദോഷം ചുമ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഡൗൺ ആയി. അതായത് ശരീരത്തിന് വയ്യ എങ്കിൽ നമ്മുടെ മനസ്സിനും ഒരു വയ്യായിക അനുഭവപ്പെടും. ഇപ്പോഴും പൂർണ്ണമായിട്ടും ഒക്കെ ആയിട്ടല്ല, പക്ഷെ എന്നാൽ പോലും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റി പിന്നെ ആട്ടെ ഇന്നൊരു സുഖമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അല്ലെ. അപ്പൊ മനസ്സിന് വയ്യായിക വന്നാൽ ശരീരം അതനുസരിച്ച് നീങ്ങില്ല. ശരീരത്തിന് ഒരു ചെറിയ വയ്യായിക വന്നു കഴിഞ്ഞാൽ മനസ്സിന് ആഗ്രഹം ഉണ്ടായിട്ടും കാര്യവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ ഞാനൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടക്കം ഇടാം. അതായത് ഒരു സന്യാസി, അദ്ദേഹത്തിന്റെ പക്കല് കുറച്ച് ഫ്രൂട്ട്സ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറെ ആളുകളൊക്കെ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. അപ്പൊ ഓരോ ഫ്രൂട്ട്സിന്റെ പ്രത്യേകത അദ്ദേഹം പറയുകയാണ്. ആദ്യത്തെ ഒരു പഴം എടുത്ത് കാണിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ പഴം കഴിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാകും, ധാരാളം പണം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കും. മൂന്നാമത്തെ പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല, മൃത്യുവിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകളും വന്നു. എല്ലാവരും ആദ്യത്തെ പഴമാണ് എടുത്ത് ഭക്ഷിക്കുന്നത്. കുറച്ച് ആളുകൾ വന്നിട്ട് മൂന്നാമത്തെ പഴവും എടുത്ത് ഭക്ഷിച്ചു. എന്നാൽ കൂട്ടത്തിൽ ഒരാൾ മാത്രം വന്നിട്ട് ഈ രണ്ടാമത്തെ പഴം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സന്യാസി അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കാണായ ആളുകൾക്കെല്ലാം വേണ്ടത് പണമാണ്, അവരെല്ലാം പണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ പണം ഭക്ഷിച്ചു. ചില ആളുകൾക്കാട്ടെ മരണം ഉണ്ടാവരുത്, മൃത്യുഞ്ജയനായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ആരോഗ്യം വേണമെന്ന് ആഗ്രഹിച്ചത് എന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, സ്വാമി, ഈ രണ്ടാമത്തെ പഴം കഴിക്കുമ്പോൾ എനിക്ക് ആദ്യത്തേതും അവസാനത്തേതും ഞാൻ നേടിയെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുണ്ട് എങ്കിൽ പണവും നേടിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മരണമില്ലാത്ത അവസ്ഥ എന്നല്ല, പക്ഷെ അകാല വാർദ്ധക്യത്തെ നമുക്ക് തടയാനും സാധിക്കും. അപ്പൊ വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. എല്ലാവരും പണത്തിന് പിന്നാലെ ഓടുമ്പോൾ പണം ധാരാളം ഉണ്ട്, പക്ഷെ നമുക്ക് എന്നും അസുഖങ്ങളാണ്. എന്നും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പോഴും അവര് ആശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പണം ഉള്ളതുകൊണ്ട് ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ടി വന്നില്ല, എനിക്ക് അസുഖം ഉണ്ടായാൽ അത് ട്രീറ്റ് ചെയ്യാനുള്ള പണവും എൻ്റെ കയ്യിൽ ഉണ്ടെന്നായിരിക്കും അവർ പറയുന്നത്. പക്ഷെ എത്ര സമ്പാദിച്ചാലും അതെല്ലാം ചോർന്നു പോകുന്ന ഒരവസ്ഥയാണ് ആരോഗ്യമില്ലെങ്കിൽ. അപ്പൊ 2026 നമ്മുടെ എല്ലാവരുടെയും ഒരു റെസൊല്യൂഷൻ ഇതായിരിക്കട്ടെ, നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം. ഇനി എന്താണ് ആരോഗ്യം എന്നുള്ളൊരു കാര്യത്തെ പറ്റി നമ്മൾ ധരിക്കേണ്ടത്, അതും ആകർഷണ നിയമവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്.
നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച്, അതായത് BMI ഒന്നും കറക്റ്റ് ചെയ്യുന്ന അല്ല ഞാനിപ്പോ ഇവിടെ പറയുന്നത്. 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 65 വെയിറ്റ് എന്നുള്ള രീതിയിലൊന്നും അല്ല. 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ 85 കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും അദ്ദേഹം ആരോഗ്യവാനാണ് എങ്കിൽ, അതായത് ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ അലട്ടുന്നില്ല എങ്കിൽ ഹീസ് പെർഫെക്റ്റ് അല്ലെ. അണ്ടർ വെയിറ്റ് ആണ്, പക്ഷെ അദ്ദേഹത്തിന് വേറെ യാതൊരു അസുഖങ്ങളും കാര്യങ്ങളും ഇല്ല എങ്കിൽ അതും ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് തന്നെ എന്നുള്ളതല്ല. ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ജിമ്മിൽ പോകുന്നവരാണ് എങ്കിലും, ശരീര ഫിറ്റ്നസ് നോക്കുന്നവരാണെങ്കിലും, നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് തന്നെയാണ്. ഓക്കെ, അതിൽ കാര്യമില്ല എന്നുള്ളതല്ല. പക്ഷെ ആരോഗ്യം എന്ന് പറയുന്നത് പണ്ട് കാലത്തുള്ളതിനേക്കാൾ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ചെറിയ രീതിയിലെങ്കിലും, ഇപ്പൊ പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ തൈറോയിഡ്, ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് വരുന്ന അല്ലെ, PCOD, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മുടെ ശരീരം പോയിക്കൊണ്ടിരിക്കുന്നത്. ജോയിന്റ് പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു, ഹെയർ ലോസ് വരുന്നു, നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും മനസ്സൊന്ന് ഡൗൺ ആവും. തീർച്ചയായിട്ടും മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മുടെ എനർജി ലെവൽ ലോ ആകും. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിക്കാനായിട്ട് തുടങ്ങും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ, ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മനസ്സിന് ഓട്ടോമാറ്റിക്കലി ആരോഗ്യം വരും. മനസ്സും ശരീരവും നല്ല ആരോഗ്യത്തിലാണ് പോകുന്നതെങ്കിൽ അവരുടെ എനർജി ലെവൽ ഉണ്ടല്ലോ ഏറ്റവും മികച്ചതായിരിക്കും. ആ എനർജി ലെവലാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നത്. ഇത് ആകർഷണ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതും ഈ പറയുന്ന ആരോഗ്യം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി നല്ല ആരോഗ്യത്തിനായിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത് വരുന്ന വീഡിയോസിൽ നമുക്ക് ഓരോന്നായിട്ട് പറയാം. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തൈറോയിഡ് 60-ൽ നിന്ന് ഇപ്പോൾ 1 നോർമൽ ആയിട്ടുള്ള രീതിയിലേക്ക് നിൽക്കുകയാണ്. തൈറോയിഡ് ടാബ്ലറ്റ് ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഉണ്ടല്ലോ, ചിലപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ടൊന്നും അല്ലാതെ ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ ചിലപ്പോൾ വെയിറ്റ് കൂടുക, കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മൂഡ് സ്വിങ്സ് ഇങ്ങനെയുള്ളതൊക്കെ വന്നു. അങ്ങനെയൊക്കെയുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ പല ഡോക്ടേഴ്സിനെയും കാണുമ്പോൾ ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു. യൂട്യൂബിൽ തന്നെ ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അവരുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി. ആ മാറ്റം എനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുക്കളയിൽ നിന്ന് 2 കാര്യങ്ങൾ ഞാനൊരു 3 ആഴ്ചയായിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഒഴിവാക്കി. പക്ഷെ അതിൻ്റെതായ മാറ്റം ഞാൻ അതിനുശേഷം തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഈ 1 നിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. 1 മന്ത് കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്നാൽ പോലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ഒരു മാറ്റം ഞാൻ പറഞ്ഞു, ഒരു എനർജി ലെവലിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഞാൻ പറയുന്നത്. ഒരു ക്ഷീണം അല്ലെങ്കിൽ നമുക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിനുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുപ്പ് അടുക്കളയിൽ നിന്ന് മാറ്റിയിട്ട് പകരം കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാനൊരു 3 ആഴ്ചയായിട്ട് ഈ ഒരു പൊടിയുപ്പ് ഉപേക്ഷിച്ച് കല്ലുപ്പിലേക്ക് കൊണ്ടുവന്നു. അടുക്കളയിൽ നിന്ന് പൊടിയുപ്പ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിഫൈൻഡ് ഓയിൽ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് റൈസ് ബ്രാൻ ഓയിൽ ഇല്ലേ, തവിടെണ്ണ, അതൊക്കെയായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വെളിച്ചെണ്ണ കുറച്ചു. പക്ഷെ നേരെ തിരിച്ച് റിഫൈൻഡ് ഓയിൽ എല്ലാം മാറ്റിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ, നമുക്ക് അറിയാവുന്ന വിശ്വസനീയമായിട്ടുള്ള ഒരു മില്ലുണ്ട് വീടിൻ്റെ അടുത്ത്, അവിടെ നിന്ന് തന്നെ നമ്മൾ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ടും തുടങ്ങി. അപ്പോൾ ഈ കാര്യങ്ങൾ മാറ്റം വരുത്തിയത് കൂടാതെ ഞാൻ ആസ് യൂഷ്വൽ ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ 2 കാര്യങ്ങളിൽ 100% ഷുഗർ പിന്നെ ഓൾറെഡി നേരത്തെയും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ വല്ലപ്പോഴും ക്രേവിങ്സ് തോന്നുമ്പോൾ കുറച്ച് മാത്രം ഒന്ന് പേരിനൊക്കെ ചേർക്കും എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2026 ഷുഗർ കെട്ടും അങ്ങനെ കൊണ്ടുവന്നു. പാൽ ഉപേക്ഷിച്ചു. അപ്പൊ തൈറോയിഡിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷെ തൈര് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഷുഗർ കട്ടാണ്, പഞ്ചസാര ഇപ്പൊ തീർത്തും ഉപയോഗിക്കാറേ ഇല്ല. അതിനൊരു ക്രേവിങ്സ് എനിക്ക് തോന്നുന്നുമില്ല. അതുപോലെ ഈ പറയുന്ന റിഫൈൻഡ് ഓയിൽ ഉപേക്ഷിച്ചിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ കല്ലുപ്പ്
അതും ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ഞാൻ വിചാരിക്കുന്നുണ്ട്, പണ്ടൊക്കെ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ വീട്ടിലും ഇതൊക്കെ തന്നെയായിരുന്നു, കല്ലുപ്പായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് കൽച്ചട്ടിയിലൊക്കെ കൂട്ടാനൊക്കെ പാചകം ചെയ്യും, അമ്മ ഇങ്ങനെ കല്ലുപ്പിടുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊന്നും ഈ പ്രായം വരേക്കും ഇങ്ങനെ ഒരു അസുഖമേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊക്കെ എന്താണ് ഇപ്പൊ, എനിക്കെന്ന് പറയുമ്പോൾ എബവ് 40 ആയി, പക്ഷെ എന്നാൽ പോലും ഒരു 15 വയസ്സ് 16 വയസ്സിന്റെ കുട്ടികൾക്കൊക്കെ ധാരാളമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഇന്ന് ഡോക്ടർ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ ഏജൊന്നും ഒന്നുമല്ല, അത്രയും ചെറിയ പ്രായത്തിലെ ഇതൊക്കെ PCOD തൈറോയിഡ് ഒക്കെ വരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും ഫുഡ് ഹാബിറ്റും ശ്രദ്ധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ആരോഗ്യത്തെ വീണ്ടും പിടിക്കാം എന്ന് എനിക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലായി. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അത് ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഇത് വീഡിയോയുടെ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, ഞാൻ ലാസ്റ്റ് ആണ് പറഞ്ഞത്. നമ്മുടെ ചാനലില് ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ മോട്ടിവേഷൻ വീഡിയോസ്, ഇതുപോലെ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് കേട്ടോ. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ടൊന്നും വീഡിയോ ഇടാനായിട്ട് സാധിക്കാറില്ല. കാരണം ഒരു ദിവസം വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ട് ടോപ്പിക്കൊന്നും ഉണ്ടാവില്ല. വെറുതെ എന്തിനാണ് സമയം കളയുന്നത് എന്റെയും നിങ്ങളുടെയും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയുടെ എണ്ണത്തിൽ ഒരു കുറവ് വരുന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നല്ല നല്ല കണ്ടന്റുകളുമായിട്ട് വീണ്ടും നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.